കാർഷിക വാർത്തകൾ. വേമ്പനാട്ടുകായലിലെ കക്ക സമ്പത്തിന് ഭീഷണിയായി മണൽ വാരൽ. ആഴത്തിൽ മണൽ കോരുന്നത് തുടർന്നാൽ കക്കകളുടെ പ്രജനനം തന്നെ ഇല്ലാതാകുമെന്നാണ് പഠന റിപ്പോർട്ട്. വേമ്പനാട്ടുകായലിലെ കക്ക സമ്പത്ത് വൻ പ്രതിസന്ധിയിലാണെന്ന് കുട്ടനാടൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ വടക്കുഭാഗത്ത് ആഴത്തിൽ മണൽ വാരുന്നത് കക്കകളുടെ പ്രജനന കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഒരു കാലത്ത് പ്രതിവർഷം 40,000 ടൺ വരെ ഉണ്ടായിരുന്ന കക്ക ഉൽപാദനം ഇപ്പോൾ 25,000 ടണ്ണായി കുറഞ്ഞു. കക്ക വാരി ഉപജീവനം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 20,000 നിന്നും 6,800 ഇടിഞ്ഞു. കക്ക പ്രജനനം നടക്കുന്ന ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ദേശീയപാത നിർമ്മാണത്തിനായി ഇവിടെ വ്യാപകമായി മണൽവാരൽ നടന്നത്. ഇത് തുടർന്നാൽ കടൽജലം കൂടുതൽ കയറി ലവണാംശം ഉയരുകയും കക്കകളുടെ പ്രജനനത്തിനും കുട്ടനാടിലെ നെൽകൃഷിക്കും ഗുരുതര തിരിച്ചടിയാകുമെന്നും പഠന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അടുത്ത വർഷം മത്തിയുടെ ലഭ്യത കുറയാൻ സാധ്യതയുണ്ടെന്ന് CMFRI റിപ്പോർട്ട്. എൽനിനോ പ്രതിഭാസം സമുദ്ര താപനില ഉയർത്തുന്നതോടെ മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യത കുറയുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത വർഷം മത്തിക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം അടുത്ത വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രകടമാകുമെന്നാണ് വിലയിരുത്തൽ. സമുദ്രത്തിലെ താപനില ഉയരുന്നതും താപവ്യതിയാനങ്ങളും മത്തി പോലുള്ള ചെറിയ ഉപരിതല മത്സ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. ഇതോടെ രാജ്യത്താകെ സമുദ്ര മത്സ്യങ്ങളുടെ ലഭ്യത കുറയുകയും മത്തിയുടെ വില ഉയരുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ സമുദ്രതാപനം പവിഴപ്പുറ്റുകളുടെ നാശത്തിനും ചെമ്പല്ലി പോലുള്ള മത്സ്യങ്ങളുടെ സ്വാഭാവിക പ്രജനനത്തെയും ബാധിക്കുമെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യത്തൊഴിലാളികളും മത്സ്യകർഷകരും മുൻകരുതൽ സ്വീകരിക്കണമെന്നും CMFRI നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിക്കൻ സോസേജുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ രാജ്യത്ത് പുതിയ ശാസ്ത്രീയ പഠനത്തിന് തുടക്കം. സോസേജുകളിലെ ജലാംശത്തിന്റെ അളവ് നിർണ്ണയിച്ച് ദേശീയ മാനദണ്ഡം രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ചിക്കൻ സോസേജുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമായി പുതിയ പഠനത്തിന് തുടക്കമായി. കോമ്പൗണ്ട് ലൈവ് സ്റ്റോക്ക് ഫീഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷനും ഗുരു അംഗദ് ദേവ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയും ചേർന്നാണ് പഠനം നടത്തുന്നത്. ചിക്കൻ സോസേജുകളിലെ സ്വാഭാവിക ജലാംശത്തിന്റെ അളവ് എത്രയാണെന്നും ഉൽപാദന സമയത്ത് അധികമായി വെള്ളം ചേർക്കുന്നുണ്ടോയെന്നും ശാസ്ത്രീയമായി വിലയിരുത്തുകയാണ് ലക്ഷ്യം. പഠനഫലങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യത്ത് ചിക്കൻ സോസേജുകൾക്കായി ജലാംശത്തിന്റെ മാനദണ്ഡം രൂപീകരിക്കാനും ഗുണനിലവാര നിയന്ത്രണം ശക്തമാക്കാനുമാണ് നീക്കം. ഇതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഉപഭോക്തൃവിശ്വാസം വർദ്ധിപ്പിക്കാനും വ്യവസായത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.